നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. വരവൂരിൽ വീട്ടുപറമ്പിലെ ആൾമറയില്ലാത്ത കിണറ്റിൽ ഗൃഹനാഥയെ മരിച്ച നിലയിൽ കണ്ടെത്തി. വരവൂർ ഹൈസ്കൂളിന് പിൻവശത്ത് താമസിക്കുന്ന മേച്ചേരി വീട്ടിൽ നാരായണൻ നായരുടെ ഭാര്യ ശ്രീദേവിയാണ് മരിച്ചത്. 69 വയസ്സായിരുന്നു. രാവിലെ എഴുന്നേറ്റ് പുറത്ത് നടക്കുന്നതിനിടയിൽ അപകടത്തിൽപ്പെട്ട് കിണറ്റിൽ വീണതാണെന്നാണ് പ്രാഥമിക നിഗമനം. ശ്രീദേവിയെ കാണാത്തതിനെ തുടർന്ന് വീട്ടുകാർ നടത്തിയ തെരച്ചിലിൽ രാവിലെ 7:30യോടെ മകളാണ് മൃതദേഹം കിണറ്റിൽ കണ്ടത്. വിവരം അറിയിച്ചതിനെ തുടർന്ന് വടക്കാഞ്ചേരിയിൽ നിന്നെത്തിയ ഫയർഫോഴ്സ് സംഘം മൃതദേഹം പുറത്തെടുത്തു. തുടർ നടപടികൾക്കായി അത്താണി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. കുന്നംകുളം നഗരസഭയിൽ ചേരി നിർമ്മാർജ്ജന പദ്ധതി പ്രകാരം മാറിയ 9 കുടുംബങ്ങൾ പട്ടയം ലഭിക്കാതെ 23 വർഷമായി നേരിടുന്ന ദുരിതം നഗരസഭാ കൗൺസിൽ യോഗത്തിൽ ചർച്ചയായി. ജീവനക്കാരന്റെ കയ്യബദ്ധം മൂലം റോഡ് പുറമ്പോക്ക് എന്നതിനു പകരം തോട് പുറമ്പോക്ക് എന്ന് രേഖപ്പെടുത്തിയതായും ഇത് സംബന്ധിച്ച് സർക്കാരിന്റെ കത്ത് 6 മാസത്തിനു ശേഷം കൗൺസിലിൽ അവതരിപ്പിച്ചതും നടപടികൾ വൈകിപ്പിച്ചതായി കോൺഗ്രസിലെ ലബീബ് ഹസൻ കുറ്റപ്പെടുത്തി. പട്ടയമില്ലാത്തതിനാൽ വിദ്യാഭ്യാസ ആനുകൂല്യങ്ങളടക്കം നിഷേധിക്കപ്പെടുന്ന കുടുംബങ്ങൾക്ക് പട്ടയം ലഭ്യമാക്കേണ്ട ബാധ്യത നഗരസഭയ്ക്കുണ്ടെന്ന് RMP അംഗം ബിനീഷ്, കോൺഗ്രസ് അംഗം മിനി മോൻസി എന്നിവരും ചൂണ്ടിക്കാട്ടി. വിഷയം പരിഹരിക്കാൻ നഗരസഭ റവന്യൂ MLA സംയുക്ത യോഗം വിളിക്കുമെന്ന് ചെയർപേഴ്സൺ സൗമ്യ അനിലൻ ഉറപ്പു നൽകി. അതോടൊപ്പം ആർത്താറ്റിൽ H1N1 പനി പടരുന്ന വിവരം പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലെ ഡോക്ടർ നഗരസഭയെ അറിയിച്ചില്ലെന്ന് ചെയർപേഴ്സണും വൈസ് ചെയർമാൻ PG ജയപ്രകാശും ചൂണ്ടിക്കാട്ടിയെങ്കിലും രോഗവ്യാപനം തടയാൻ പ്രതിരോധ നടപടികൾ സ്വീകരിക്കുന്നുണ്ടെന്ന് അറിയിച്ചു. BJP അംഗം ശ്രീജിത്ത് ചൂണ്ടിക്കാട്ടിയ കുട്ടികളുടെ പാർക്കിലെ തകർന്ന കളി ഉപകരണങ്ങളുടെ പരാതി പരിഹരിക്കാൻ 25 ലക്ഷം രൂപ ചെലവഴിച്ച് ഉടൻ നവീകരണം ആരംഭിക്കുമെന്നും ചെയർപേഴ്സൺ വ്യക്തമാക്കി. യോഗത്തിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ T സോമശേഖരൻ, കൗൺസിലർമാരായ ഷാജി ആലിക്കൽ, ഗീത ശശി, രജീഷ് കില്ലപ്പൻ, രഞ്ജിത്ത്, സോണി ഷാജി, ബീന ബാബു തുടങ്ങിയവരും സംസാരിച്ചു. അതിനു വേണ്ട സാധാരണ ഇത്തരം അസുഖം വന്നു കഴിഞ്ഞാൽ എന്തെല്ലാം നടപടികളാണ് എടുക്കേണ്ടതെന്ന് കൃത്യമായി മീറ്റിംഗിൽ പറയുകയും അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ ഈ നടപടികൾ എടുക്കാൻ തീരുമാനമെടുത്തിട്ടുള്ളത്. അതിലുള്ള ഇത്തരം പന്നികളെ നമ്മൾ ദയാവധം ചെയ്യേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ 10 കിലോമീറ്റർ ചുറ്റോളം നിരീക്ഷണത്തിലുണ്ട്. അതേപോലെ തന്നെ ഗീതാദോസ് പറഞ്ഞ പോലെ നമ്മുടെ അവിടെ ഈ പ്രൈവറ്റ് ആയിട്ടുള്ള ഫാമുകൾ അധികമില്ല. നമുക്ക് ഇവിടെ ഉള്ളത് മൃഗാശുപത്രി തന്നെയാണ് ഒരു ഫാം ഉള്ളത്. അപ്പം ഇത്തരം പന്നി കർഷകരെ കൂടി കണ്ടെത്തിയിട്ടുണ്ട്. ഈ കാര്യം മൃഗാശുപത്രിയുടെ നേതൃത്വത്തിൽ തന്നെ അവരെ അറിയിച്ച് വേണ്ട നടപടികൾ എടുക്കുമെന്നാണ് ഇന്നത്തെ മീറ്റിംഗിൽ അവർ പറഞ്ഞിട്ടുള്ളത്. അപ്പം അത്തരം കാര്യങ്ങൾ കൃത്യമായി നഗരസഭാ ഭാഗത്ത് ചെയ്യേണ്ട നടപടികൾ കൃത്യമായി ഇന്നലെ തന്നെ അടിയന്തരമായി ഇടപെട്ടുകൊണ്ട് ചെയ്തിട്ടുണ്ട് എന്നാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. പിതൃതർപ്പണത്തിന് പേരുകേട്ട ചാവക്കാട് പഞ്ചവടി ശ്രീ ശങ്കരനാരായണ ക്ഷേത്രത്തിൽ കർക്കിടക വാവുബലിയുടെ ഭാഗമായുള്ള ബലിതർപ്പണ ചടങ്ങുകളിൽ ആയിരക്കണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. പുലർച്ചെ മുതൽ തന്നെ ബലിതർപ്പണത്തിനായി വിശ്വാസികളുടെ വലിയ നിരയാണ് ക്ഷേത്രത്തിൽ അനുഭവപ്പെട്ടത്. പഞ്ചവടി വാക്കടപ്പുറത്ത് പ്രത്യേകം തയ്യാറാക്കിയ യജ്ഞശാലയിൽ മേൽശാന്തി സുമേഷ് ശാന്തിയുടെ നേതൃത്വത്തിൽ 25ഓളം പരികർമ്മികളുടെ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത്. ബലിതർപ്പണത്തിനായി എത്തിയവർക്ക് വിപുലമായ ക്രമീകരണങ്ങളാണ് ക്ഷേത്രസമിതി ഒരുക്കിയിരുന്നത്. പഞ്ചവടി വാക്കടപ്പുറത്ത് പ്രത്യേകം സജ്ജമാക്കിയ 2 പന്തലുകളിലായി ഒരേ സമയം 1000 പേർക്ക് ബലിയിടാനുള്ള സൗകര്യമുണ്ടായിരുന്നു. മറ്റ് ജില്ലകളിൽ നിന്നടക്കം എത്തിയവർക്ക് താമസ സൗകര്യവും വലിയ വാഹനങ്ങൾ ഉൾപ്പെടെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യവും നൽകി. ഇതിനു പുറമെ ബലിയിടൽ കഴിഞ്ഞു വരുന്നവർക്ക് കുളിക്കാനുള്ള സൗകര്യം, വസ്ത്രങ്ങളും മറ്റ് വിലപിടിപ്പുള്ള വസ്തുക്കളും സൂക്ഷിക്കാനുള്ള സൗജന്യ ക്ലോക്ക് റൂം സംവിധാനം എന്നിവയും ബലിതർപ്പണശാലയ്ക്ക് സമീപം ഒരുക്കിയിരുന്നു. ബലിയിടാനെത്തിയ 10,000-ലധികം പേർക്ക് സൗജന്യ പ്രഭാത ഭക്ഷണവും വിതരണം ചെയ്തു. തിരക്ക് നിയന്ത്രിക്കുന്നതിനായി പ്രത്യേക ബാരിക്കേഡുകൾ സ്ഥാപിച്ചിരുന്നു. ചാവക്കാട് പോലീസ്, കോസ്റ്റൽ പോലീസ്, ഫയർഫോഴ്സ്, സിവിൽ ഡിഫൻസ് പ്രവർത്തകർ, ആംബുലൻസ് വിഭാഗം എന്നിവരുടെ സേവനവും സുരക്ഷയ്ക്കായി സ്ഥലത്തുണ്ടായിരുന്നു. ക്ഷേത്രം ഭാരവാഹികളായ പ്രസിഡന്റ് വാക്കയിൽ വിശ്വനാഥൻ, സെക്രട്ടറി താമരശ്ശേരി വിക്രമൻ, വേഴമ്പറമ്പത്ത് രാജൻ, പാലപ്പെട്ടി ദിലീപ് കുമാർ, താമരശ്ശേരി വിനയദാസ്, PR വാസു, KS ബാലൻ, ജയപ്രകാശ് കാടാമ്പുള്ളി, മനീഷ് ചന്ദനപ്പറമ്പിൽ, ഷനിൽകുമാർ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. എരുമപ്പെട്ടി കരിയന്നൂർ പാടത്തിന് സമീപം സ്കൂട്ടർ ഇടിച്ച് അതിഥി തൊഴിലാളി ഉൾപ്പെടെ 4 പേർക്ക് പരിക്കേറ്റു. വഴിയരികിലെ മരം മുറിക്കുന്നതിനായി ഗതാഗതം നിയന്ത്രിച്ചിരുന്ന കൊൽക്കത്ത സ്വദേശിയായ സോമദാസ്, സ്കൂട്ടർ യാത്രക്കാരായ പാഴിയോട്ടുമുറി പുല്ലാഴിവളപ്പിൽ വീട്ടിൽ കൃഷ്ണദാസ്, പാഴിയോട്ടുമുറി കേളംപിലാക്കൽ വീട്ടിൽ അഫ്സൽ, ആദിൽ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇന്ന് രാവിലെ 11 മണിയോടെയാണ് അപകടമുണ്ടായത്. പരിക്കേറ്റ 4 പേരെയും എരുമപ്പെട്ടി എക്സ് പ്രവർത്തകർ
കുന്നംകുളം മലങ്കര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സാരമായി പരിക്കേറ്റ ആദിലിനെ വിദഗ്ധ ചികിത്സയ്ക്കായി തൃശൂർ അമല ആശുപത്രിയിലേക്ക് മാറ്റി. ജൻസികൾക്ക് സന്ദേശവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജീവിതത്തിൽ കുറുക്കുവഴികൾ തെരഞ്ഞെടുക്കരുതെന്നും യുവാക്കൾ അവർ ആരാധിക്കുന്ന ആരുടെയെങ്കിലും ആത്മകഥ വായിക്കണമെന്നും നരേന്ദ്രമോദി പറഞ്ഞു. ഒരു പ്രത്യേക കാലഘട്ടത്തിലെ ചരിത്ര സംഭവങ്ങളെപ്പറ്റി അതിൽ നിന്ന് അറിയാമെന്നും മോദി പറഞ്ഞു. രാംനാഥ് കോവിന്ദിന്റെ ആത്മകഥ പ്രകാശന വേളയിലാണ് പ്രധാനമന്ത്രിയുടെ പരാമർശം. അതേസമയം രാജ്യത്തെ യുവത്വത്തെ വീണ്ടും പ്രകീർത്തിച്ച് പ്രധാനമന്ത്രി രംഗത്തെത്തി. രാജ്യത്തെ യുവത്വം ഭാവി മാത്രമല്ല, വർത്തമാനകാലത്തെ ഏറ്റവും വലിയ ശക്തിയാണെന്നും മോദി പറഞ്ഞു. സംവേദനക്ഷമത, സേവന മനോഭാവം, കഴിവ് എന്നിവയിലൂടെ അവർ ലോകമെമ്പാടും വ്യക്തിത്വം സൃഷ്ടിക്കുന്നുവെന്നും പ്രധാനമന്ത്രി എക്സിൽ കുറിച്ചു. അന്താരാഷ്ട്ര യുവജന ദിനത്തോടനുബന്ധിച്ചാണ് മോദിയുടെ പോസ്റ്റ്. കോൺഗ്രസ് സേവാദൾ തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കർക്കിടക വാവുബലി ദർപ്പണത്തിന് അമലനഗർ രാമൻചിറ ശ്രീരാമക്ഷേത്രത്തിൽ ബലിയിടാൻ എത്തിയവർക്ക് ലഘുഭക്ഷണ വിതരണം നടത്തി. കോൺഗ്രസ് സേവാദൾ തൃശൂർ ജില്ലാ പ്രസിഡന്റ് പി ഡി റപ്പായി അധ്യക്ഷത വഹിച്ചു. ക്ഷേത്രം കമ്മിറ്റി സെക്രട്ടറി സജി ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് സേവാദൾ സംസ്ഥാന സെക്രട്ടറി ബാബു ജോസഫ് പുത്തനങ്ങാടി, ജില്ലാ വൈസ് പ്രസിഡന്റ് ആന്റോ ജേക്കബ്, ഹരീഷ് കുമാർ, PN സത്യൻ, KS സിജോ CJ, കോൺഗ്രസ് സേവാദൾ യങ് ബ്രിഗേഡ് ജില്ലാ കോർഡിനേറ്റർ ബിജോഷ് TJ, വൈസ് കോർഡിനേറ്റർ ഡിജോ R പുത്തൂക്കര എന്നിവർ നേതൃത്വം നൽകി. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ വർധനവ്. ഇന്ന് രാവിലേക്ക് 22 കാരറ്റ് 1 ഗ്രാം സ്വർണത്തിന് 95 രൂപ വർദ്ധിച്ചതായി കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ്സ് അസോസിയേഷൻ അറിയിച്ചു. ഇതോടെ 1 ഗ്രാം സ്വർണത്തിന് കേരളത്തിൽ 14,195 രൂപയിലും 1 പവന് 1,13,560 രൂപയിലുമാണ് വ്യാപാരം നടക്കുന്നത്. ഇന്നലെ രാവിലെ 1 പവൻ സ്വർണത്തിന് 2,320 രൂപയോളമാണ് കേരളത്തിൽ വർദ്ധിച്ചത്. അതിനുശേഷം ഉച്ചയ്ക്ക് വീണ്ടും വിലയിടിഞ്ഞ് 1,12,800 രൂപയിലെത്തിയിരുന്നു. മുല്ലശ്ശേരി ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDSന്റെ നേതൃത്വത്തിൽ ഓണത്തെ വരവേൽക്കാൻ ഒരുക്കിയ ചെണ്ടുമല്ലിയുടെയും വാടാർ മല്ലിയുടെയും വിളവെടുപ്പിനൊരുങ്ങി. 15-ാം വാർഡിൽ നിറപ്പൊലിമ പദ്ധതിയുടെ ഭാഗമായി ഭൂമിക JLG ഗ്രൂപ്പ് നടത്തിയ ചെണ്ടുമല്ലിയും വാടാർ മല്ലിയുമാണ് വിളവെടുപ്പിന് ഒരുങ്ങിയത്. 25 സെന്റിലാണ് കുടുംബശ്രീ പ്രവർത്തകർ കൃഷി ചെയ്തത്. മുല്ലശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ തിരുനെല്ലൂർ, പെരുവല്ലൂർ, താണവീഥി, മാനിന, പറമ്പതളി, പുഞ്ചിറ, മുല്ലശ്ശേരി എന്നിവിടങ്ങളിലും പൂക്കൃഷി വിളവെടുപ്പിന് സജ്ജമായിട്ടുണ്ട്. കുടുംബശ്രീയുടെ തന്നെ ഓണക്കനിയുടെ ഭാഗമായി പച്ചക്കറി കൃഷി, നേന്ത്രവാഴ കൃഷി എന്നിവയും വയൽക്കിളി, ധ്വനി, പവിഴം, ഗ്രാമനന്ദ, ധനലക്ഷ്മി, പ്രകൃതി, വിള, സമൃദ്ധി എന്നീ JLGകളുടെ നേതൃത്വത്തിൽ ചെയ്തു വരുന്നുണ്ട്. ഈ പ്രദേശത്ത് വ്യാപകമായി മയിൽ, കാട്ടുപന്നി ശല്യം ഉള്ളതിനാൽ കൃഷിക്കാർ ഏറെ ദുരിതത്തിലാണെന്ന് അഗ്രികൾച്ചറൽ റിസോഴ്സ് പേഴ്സൺ നീതു സഞ്ജിത്ത് പറഞ്ഞു. പഞ്ചായത്തിലെ കുടുംബശ്രീ CDSലെ അഗ്രി CRP ആയിട്ടുള്ള നീതു സഞ്ജിത്താണ് ഞാൻ. മുല്ലശ്ശേരിയുടെ വിവിധ വാർഡുകളിലായിട്ട് ഓണക്കനി, നിറപ്പൊലിമയുടെ ഭാഗമായിട്ട് കൃഷികൾ ചെയ്തു വരുന്നുണ്ട്. JLG ഗ്രൂപ്പുകളുടെ നേതൃത്വത്തിലുള്ള കൃഷികളാണ് ഇവിടെ വാർഡുകളിൽ ചെയ്തു വരുന്നത്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് കർഷകർ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് കൂട്ടത്തോടെയുള്ള മയിലിൻ്റെ ആക്രമണം, അതുപോലെ തന്നെ കാട്ടുപന്നിയുടെ ശല്യം. മയിലിൻ്റെ ആക്രമണമാണ് ഇപ്പോൾ ഏറ്റവും രൂക്ഷമായിട്ട് നിലനിൽക്കുന്നത്. കർഷകരെല്ലാം ദുരിതത്തിലാണ്. ഇന്ന് കർക്കിടക വാവ്. പിതൃപുണ്യം തേടി ആയിരങ്ങൾ ക്ഷേത്രങ്ങളിലും പ്രത്യേക ബലിതർപ്പണ കേന്ദ്രങ്ങളിലും പുലർച്ചെ മുതൽ വൻ തിരക്കാണ് അനുഭവപ്പെട്ടത്. വിശദാംശങ്ങളിലേക്ക്. പഴഞ്ഞി ചെറുതുരുത്തി തുപ്പേശ്വര മഹാദേവ ക്ഷേത്രത്തിൽ കർക്കിടക വാവുബലിതർപ്പണത്തിന് ആയിരങ്ങളെത്തി. പുലർച്ചെ 4 മണി മുതൽ ക്ഷേത്രത്തിൽ ബലിതർപ്പണം ആരംഭിച്ചു. ക്ഷേത്ര പരിസരത്ത് ബലിതർപ്പണത്തിനായി 2 സ്ഥലങ്ങൾ ഒരുക്കിയിരുന്നു. പിതൃമോക്ഷത്തിനായുള്ള പ്രത്യേക വഴിപാടുകളും ക്ഷേത്രത്തിൽ ഒരുക്കിയിരുന്നു. പുലർച്ചെ തുടങ്ങിയ ബലിതർപ്പണം മണിക്കൂറുകൾ നീണ്ടു. പെരുമ്പിലാവ് പൊറവൂർ ശിവവിഷ്ണു ക്ഷേത്രത്തിൽ പ്രത്യേകം തയ്യാറാക്കിയ പന്തലിൽ പുലർച്ചെ 4 മണി മുതൽ ബലിയിടൽ ആരംഭിച്ചു. തിരുനാവായ ഗോകുൽ നാരായണൻ ഇളയതിന്റെ കാർമ്മികത്വത്തിലായിരുന്നു തർപ്പണ ചടങ്ങുകൾ നടന്നത്. ക്ഷേത്രത്തിൽ നിത്യപൂജകൾക്ക് പുറമെ പിതൃമോക്ഷത്തിനായുള്ള സായുജ്യ പൂജ, തിലഹോമം എന്നീ പ്രത്യേക വഴിപാടുകൾ നടത്താനുള്ള സൗകര്യവും ഒരുക്കിയിരുന്നു. തിരുവളയന്നൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ പുലർച്ചെ 3:30 മുതൽ 7 മണി വരെയായിരുന്നു ബലിയിടൽ ചടങ്ങ് നടത്തിയത്. പൂജകൾക്ക് ഷൈൻ നേതൃത്വം നൽകി. കർക്കിടക വാവുബലിനാളിൽ തിലഹോമവും സായുജ്യ പൂജയും ഉണ്ടായിരുന്നു. പൂജകൾക്ക് ക്ഷേത്ര മേൽശാന്തി കണ്ണൻ നേതൃത്വം നൽകി. രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി ക്ഷേത്രത്തിൽ ഓഗസ്റ്റ് 16 വരെ എല്ലാ ദിവസവും ഭഗവത് സേവ, ഗണപതി ഹോമം എന്നിവ നടക്കും. ക്ഷേത്ര കമ്മിറ്റി സെക്രട്ടറി ബാബു ഹരിശ്രീ, പ്രസിഡന്റ് മോഹൻദാസ് തണ്ടേങ്കാട്ടിൽ, ട്രഷറർ TB കുമാരൻ, ഭാരവാഹികൾ തുടങ്ങിയവർ നേതൃത്വം നൽകി.
തൂവാനൂർ ശ്രീ പാലത്തും ഭഗവതി ക്ഷേത്രത്തിൽ ബലിതർപ്പണ ചടങ്ങ് നടന്നു. ക്ഷേത്രത്തിൽ പുലർച്ചെ 4 മണി മുതൽ മേൽശാന്തി വിഷ്ണു ശാന്തിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ബലിതർപ്പണ ചടങ്ങുകൾ നടന്നത്. കർക്കിടക വാവിനോടനുബന്ധിച്ച് ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകളും ഉണ്ടായി. ക്ഷേത്രം പ്രസിഡന്റ് സുധീർ ചൂണ്ടൽ, ഓഫീസ് ചുമതല നിർവഹിക്കുന്ന കൊച്ചുണ്ണി, ധന്യ നാരായണൻ, രച്ചു രഞ്ജിത്ത്, സുനിൽ തൂവാനൂർ, അശ്വതി തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. നിരവധി ഭക്തജനങ്ങൾ പിതൃമോക്ഷത്തിനായുള്ള ബലിതർപ്പണത്തിനായി എത്തിയിരുന്നു. കൊരട്ടിക്കര ശ്രീ വിഷ്ണു ഭഗവതി ക്ഷേത്രത്തിൽ കർക്കിടക വാവുബലി തർപ്പണത്തിന് 3 ജില്ലകളിൽ നിന്നായി നിരവധി പേരാണ് എത്തിയത്. പുലർച്ചെ 4 മണി മുതൽ ആരംഭിച്ച ബലിതർപ്പണ ചടങ്ങിന് ക്ഷേത്രം മേൽശാന്തി അനിൽകുമാർ മേപ്പറമ്പത്ത് നേതൃത്വം നൽകി. കാലത്ത് 8 മണിവരെ ബലിതർപ്പണം നടന്നു. ക്ഷേത്രത്തിൽ പിതൃക്കളുടെ മോക്ഷത്തിനായി സായുജ്യ പൂജ, തിലഹവനം, താമരമാല ചാർത്തൽ, പാൽപായസ നിവേദ്യം എന്നീ പ്രത്യേക വഴിപാടുകളും ഉണ്ടായി. ചടങ്ങുകൾക്ക് ക്ഷേത്രം ഭരണസമിതി, മാതൃസമിതി, താല കമ്മിറ്റി എന്നിവർ നേതൃത്വം നൽകി. കിംസ് ആര്യഭട്ട കോളേജും ഗുരുവായൂർ പോലീസും സംയുക്തമായി ലഹരി വിരുദ്ധ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി പ്രത്യേകമായി സജ്ജമാക്കിയ ബോധവൽക്കരണ കാരവൻ പരിസര പ്രദേശങ്ങളിലെ 5 ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ പര്യടനം നടത്തി. വിദ്യാർത്ഥികളിൽ ലഹരിയുടെ ദൂഷ്യഫലങ്ങളെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുന്നതിന്റെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. കാരവൻ പര്യടനം ഗുരുവായൂർ ACP M. സുരേന്ദ്രൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. പരിപാടിയുടെ ഭാഗമായി വിവിധ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾക്കൊപ്പം ഫ്ലാഷ് മോബും ലഹരി വിരുദ്ധ പ്രതിജ്ഞയും സംഘടിപ്പിച്ചു. വിദ്യാർത്ഥികളിൽ ലഹരിക്കെതിരായ ശക്തമായ സന്ദേശം എത്തിക്കുകയാണ് പരിപാടിയുടെ ലക്ഷ്യം. കിംസ് ആര്യഭട്ട കോളേജ് പ്രിൻസിപ്പൽ KN റാണിക്കുട്ടി, അക്കാദമിക് കോർഡിനേറ്റർ റോണി ഫ്രാൻസിസ് എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. കേരള മുസ്ലിം ജമാഅത്ത് വടക്കേക്കാട് സോണിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന മിലാദ് കോൺഫറൻസിന്റെ ഭാഗമായി സ്വാഗത സംഘം ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു. വടക്കേക്കാട് കൊമ്പത്തേൽപ്പടി മിസ്ബാഹുൽ ഹുദ ബിൽഡിംഗിൽ പ്രവർത്തനം തുടങ്ങിയ സ്വാഗത സംഘം ഓഫീസ് ഉദ്ഘാടനം കേരള മുസ്ലിം ജമാഅത്ത് ജില്ലാ പ്രസിഡന്റ് സയ്യിദ് ഫസൽ തങ്ങൾ വാടാനപ്പള്ളി നിർവഹിച്ചു. സ്വാഗത സംഘം ചെയർമാൻ VC ഉമ്മർ ഹാജി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കൺവീനർ ഹുസൈൻ കൊച്ചന്നൂർ സ്വാഗതം പറഞ്ഞു. അബ്ദുള്ളക്കുട്ടി മുസ്ലിയാർ കല്ലൂർ, അബ്ദുറഹ്മാൻ ഫൈസി, ഹുസൈൻ അൻവരി, അബ്ദുൾ റസാഖ് അസ്ഹരി, അബ്ദുസലാം ഹാജി, അബ്ദുറഹ്മാൻ ദാരിമി, അബു ഹാജി, മുഹമ്മദ് അലി വടുതല തുടങ്ങിയവർ പങ്കെടുത്തു. ഓഗസ്റ്റ് 30 നടക്കുന്ന മിലാദ് കോൺഫറൻസിൽ SSF മുൻ സംസ്ഥാന പ്രസിഡന്റ് റാഷിദ് ബുഖാരി ഇരിങ്ങണ്ണൂർ, മധു റസൂൽ പ്രഭാഷണം നടത്തും. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണ്ണ ഗ്രാമിന് 14,195 രൂപ, പവന് 1,13,560 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 245 രൂപ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.